ട്രേഡേഴ്സ്, വെൽക്കം ടു മിസ്റ്റർ ഫോറെക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ICT ലേണിംഗ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. അതായത് എന്താണ് ബ്രേക്കർ ബ്ലോക്ക് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രൈസ് ആക്ഷൻ ആണെങ്കിലും SMC ആണെങ്കിലും ഇപ്പോൾ പറയുന്ന ICT ആണെങ്കിലും അതുപോലെ ചാർട്ട് പാറ്റേൺസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ കാണുക, പഠിക്കുക. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും യൂസ്ഫുൾ ആവും. കാര്യം ട്രേഡിംഗ് എന്ന് പറയുന്നൊരു കാര്യം ചെറിയ നിസ്സാരപ്പെട്ട കാര്യമല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ബ്രേക്കർ ബ്ലോക്ക് എന്താണെന്നുള്ളൊരു കാര്യം നോക്കാം. ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നൊരു കാര്യം കുറച്ച് പവർഫുള്ളായിട്ടുള്ള കാര്യമാണ്. ICTയിലൊക്കെ നല്ല ട്രേഡ്സും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതുപോലെ അതിൽ കൂടി നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ബ്രേക്കർ ബ്ലോക്ക് എന്നുള്ളൊരു കാര്യം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രേക്കർ ബ്ലോക്ക്? ഒരു ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം എ ബ്രേക്കർ ബ്ലോക്ക് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഓർഡർ ബ്ലോക്ക് ആൻഡ് ഓർഡർ ബ്ലോക്ക്സ് ആർ 2 types. സോ ദ ബ്രേക്കർ ബ്ലോക്ക് ഓൾസോ ഹാസ് 2 types. എന്ന് പറഞ്ഞാൽ ബ്രേക്കർ ബ്ലോക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓർഡർ ബ്ലോക്കിൽ നിന്നാണ്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് എത്ര പേരുണ്ട്? 2 types ആണ്. എന്തൊക്കെയാണ്? ബിയറിഷ്, അതുപോലെ തന്നെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്സ്. അതുപോലെ തന്നെ ബ്രേക്കർ ബ്ലോക്കും 2 type ആണ്. ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്കും അതുപോലെ തന്നെ ബിയറിഷ് ബ്രേക്കർ ബ്ലോക്കും. അപ്പം നമുക്ക് എന്താണ് ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്കും അതുപോലെ എന്താണ് ബിയറിഷ് ബ്രേക്കർ ബ്ലോക്കും എന്നുള്ള കാര്യം, എങ്ങനെ നമുക്ക് ഈ ബുള്ളിഷ് ആണെങ്കിലും ബിയറിഷ് ആണെങ്കിലും എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം ഇവിടെ പറയുന്ന ഈ ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്ന കാര്യം, അവിടെ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാനാണെങ്കിൽ ഓരോ സെറ്റപ്പുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അവിടെ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കി എടുത്താൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ റീടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഒരു വാലിഡ് ബിയറിഷ് ഓർഡർ ബ്ലോക്ക്, അതുപോലെ തന്നെ പ്രൈസ് ക്ലോസിങ് എബോവ് ദ ഹൈ ഓഫ് ബിയറിഷ് ഓർഡർ ബ്ലോക്ക്, അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ഒരു സെറ്റപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ബിയറിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എ ലിക്വിഡിറ്റി സ്വീപ്പ്, എ വാലിഡ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, അതുപോലെ തന്നെ പ്രൈസ് ക്ലോസിങ് ബിലോ ദ ലോ ഓഫ് ദ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, അതുപോലെ തന്നെ എ ഷിഫ്റ്റ് ഇൻ മാർക്കറ്റ് സ്ട്രക്ചർ ടു ദി ഡൗൺ സൈഡ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി നമുക്കൊന്ന് കണക്റ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഒരു മാർക്കറ്റ് ഇങ്ങനെ ഒരു ഡൗൺ സൈഡിലോട്ട് ഇറങ്ങി വരുന്നൊരു മാർക്കറ്റ്. ഓക്കെ, ഞാൻ ബുള്ളിഷ് ഓർഡർ ബ്രേക്കർ ബ്ലോക്കിൻ്റെ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, താഴോട്ട് ഇറങ്ങി വരുന്ന മാർക്കറ്റ് ഒരു റേഞ്ചിലെത്തുമ്പോൾ, അതായത് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യും. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് ആ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ലിക്വിഡിറ്റി എന്നുള്ള കാര്യം. അതുപോലെ ബൈ സൈഡ് ആണെങ്കിലും സെൽ സൈഡ് ആണെങ്കിലും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു മാർക്കറ്റ് ലിക്വിഡിറ്റിയൊക്കെ സ്വീപ്പ് ചെയ്ത് വന്നു, ദെൻ പിന്നീട് ഈ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് ഓക്കെ ഏത് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റോ ആയിക്കൊള്ളട്ടെ. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നതിന് ശേഷം ഓക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നു. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ICT ലേണിംഗ് സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു, ദെൻ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു, ദെൻ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരുന്നു. ഓക്കെ, ഡൗൺ സൈഡിൽ വന്ന മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വരുന്നു. ഓക്കെ, അപ്പം അതിന് ശേഷം നമ്മളിവിടെ ഒരു ബ്രേക്കർ ബ്ലോക്ക് സെറ്റ് ചെയ്യും. ഓക്കെ,
ഇവിടെ ഒരു ബ്രേക്കർ ബ്ലോക്ക് സെറ്റ് ചെയ്യുക. അത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ബ്രേക്കർ ബ്ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരുമ്പോൾ ഓക്കെ, ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതായത് ഈ ഒരു ബ്ലോക്ക്, ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡിലോട്ട് എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ റീട്രസ്റ്റിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഈ രണ്ട് രീതിയിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്കിൽ നോക്കുന്ന കാര്യം. ഇനി എന്താണ് ബിയറിഷ് ബ്രേക്കർ ബ്ലോക്ക്? ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, അപ്പം അതുകൂടി ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. എന്നിട്ട് ചാർട്ടും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ള കാര്യം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബിയറിഷ് ബ്രേക്കർ ബ്ലോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന മാർക്കറ്റ്. ഓക്കെ, അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്ത് പോകുന്ന ഒരു മാർക്കറ്റ്, മാർക്കറ്റ് ഇങ്ങനെ വന്നു, ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലെത്തി മാർക്കറ്റ്. ഓക്കെ, അതിപ്പോൾ എന്തോ ആയിക്കൊള്ളട്ടെ. ഓക്കെ, അവിടെ നിന്ന് മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റിയൊക്കെ സ്വീപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ റേഞ്ച് വേണമെങ്കിൽ സ്വിങ്ങിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഈക്വൽ ഹൈ ഉണ്ടെങ്കിൽ അവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നു, എന്താണ് ലിക്വിഡിറ്റി, എങ്ങനെയൊക്കെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കുന്നു എന്നുള്ള കാര്യം ഞാൻ 2 ക്ലാസ്സിലായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ICTയുടെ ലേണിംഗ് സീരീസിൽ. അപ്പം മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുക്കുന്നു. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ടിറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ, ഇവിടെ മാർക്കറ്റ് നമുക്ക് തരുന്ന ഒരു കാര്യം, ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നതിന് ശേഷം നമ്മൾ ഈ ഒരു റേഞ്ചിൽ നമ്മളൊരു ബ്രേക്കർ ബ്ലോക്ക് സെറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമ്മളൊരു ബ്രേക്കർ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി വേണം. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി വേണം. ദെൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് വന്നു റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി പുഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ബുള്ളിഷ് ആണെങ്കിലും ഒരു ബിയറിഷ് ബ്രേക്കർ ബ്ലോക്ക് ആണെങ്കിലും മെയിനായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് വേണ്ടത്? ഈ ഒരു സ്വിങ്ങിൻ്റെ ഈ ഒരു ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി വേണം. ആ ഒരു കാര്യങ്ങളാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെയും പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യം തന്നെയാണ്. ലിക്വിഡിറ്റി സ്വീപ്പ്, എ വാലിഡ് ബിയറിഷ് ഓർഡർ ബ്ലോക്ക്, കൂടാതെ തന്നെ പ്രൈസിങ് ക്ലോസിങ് എബോവ് ദ ഹൈ ഓഫ് ബിയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് ഓൾറെഡി. ഓക്കെ, അതിൻ്റെ കാര്യം നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ആ ഒരു ബ്ലോക്കിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെന്താണ്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ടു ദ അപ്സൈഡ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇത്രയും കാര്യം, ലിക്വിഡിറ്റി സ്വീപ്പ്, എ വാലിഡ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, പ്രൈസ് ക്ലോസിങ് ബിലോ ദ ലോ ഓഫ് ദ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, അതുപോലെ തന്നെ എ ഷിഫ്റ്റ് ഇൻ മാർക്കറ്റ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഏത് ക്യാൻഡിലാണ് ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, ആ ഒരു ബ്ലോക്ക് സെറ്റ് ചെയ്യേണ്ടത് ഏത് ക്യാൻഡിലാണ് എന്നുള്ള കാര്യമാണ്. അതായത് മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ ഒരു ബിയറിഷ് ബ്ലോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മാർക്കറ്റ് ആ ഒരു സ്ട്രോങ് ബൈ നടന്ന ആ ഒരു ക്യാൻഡിലുണ്ടല്ലോ, അതായത് ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് മാർക്കറ്റ് സ്ട്രോങ് ബൈ നടത്തില്ല, ആ ഒരു സ്ട്രോങ് ബൈ നടന്ന ആ ഒരു ക്യാൻഡിലിന് മുമ്പായിട്ടുള്ള ആ ഒരു സ്ട്രോങ് സെല്ല് നടന്നിട്ടുള്ള ക്യാൻഡിലാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഒരു ബ്രേക്കർ ബ്ലോക്ക് ക്യാൻഡിൽ സ്റ്റിക്കായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിലോ, ആ ഒരു സ്ട്രോങ് ആയിട്ട് ബൈ നടന്നിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. ഓക്കെ, ആ ഒരു സ്ട്രോങ് ആയിട്ട് ബൈ നടന്നിട്ടുള്ള ഒരു ക്യാൻഡിൽ നമ്മൾ എന്തായിട്ടെടുക്കും, ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് എടുക്കും. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ക്ലീനായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ ഇതൊരു ബിയറിഷ് ബ്രേക്കർ ബ്ലോക്കിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്ന മാർക്കറ്റ്. ഓക്കെ, ഇറങ്ങി വന്ന മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ, ഓക്കെ, ഇവിടെ വെച്ച് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുക. ഓക്കെ, ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആകുമ്പോഴോ
ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാനും പറ്റും. ദെൻ മാർക്കറ്റ് അവിടെ വരുന്നു, റീടെസ്റ്റ് ഈ മാർക്കറ്റ് താഴോട്ടിറങ്ങി പോകുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ഇത്രയും കാര്യമാണ് ഒരു ബ്രേക്കർ ബ്ലോക്കിൽ വേണ്ട കാര്യങ്ങൾ. ഓക്കെ, മാർക്കറ്റ് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലായിരിക്കണം ടാപ്പ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം എന്ന് വെച്ചാൽ ചിലപ്പോൾ സപ്പോർട്ട് ആവാം, റെസിസ്റ്റൻസ് ആവാം, ഡിമാൻഡ് സോൺ ആവാം, സപ്ലൈ സോൺ ആവാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ഡേ ഹൈയുടെ ഒരു ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ ഏഷ്യൻ ഹൈയുടെ ലിക്വിഡിറ്റി ആയിരിക്കും മാർക്കറ്റ് ചിലപ്പോൾ സ്വീപ്പ് ചെയ്ത് ഇറങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ ബ്രേക്കർ ബ്ലോക്ക് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ബുള്ളിഷിൻ്റെ കാര്യം പറയുമ്പോഴോ ഈ സ്ട്രോങ് ആയിട്ട് സെല്ല് നടന്നതിന് മുമ്പായിട്ട് ഒരു സ്ട്രോങ് ബൈ നടന്നിട്ടുള്ള ഒരു ക്യാൻഡിലുണ്ടല്ലോ, ആ ഒരു ക്യാൻഡിലായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുക, ഒരു ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് എടുക്കുക. ഓക്കെ, അതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വന്നു റീടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ബ്രേക്കിൽ എൻട്രി എടുക്കുന്നവരുണ്ട്, റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ബെറ്റർ റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യവും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചാർട്ടിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ചാർട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തേക്കാം. ഈ ഒരു സ്വിങ്ങിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു സ്വിങ്ങിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് നമുക്ക് എന്ത് തന്നു, മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, അതായത് MSS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് സെറ്റ് ചെയ്യണം. ബ്രേക്കർ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്ന എവിടെയാണ്, ഈ ഒരു സ്ട്രോങ് ആയിട്ട് ബൈ നടന്ന് ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എന്തായിട്ടെടുക്കും, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ നോക്കുന്നതിന് മുമ്പ് നമ്മൾ അത് നോക്കണം. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ട് നമ്മൾ ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് നോക്കുന്നു. ഓക്കെ, ഇതായിരിക്കും നമ്മളെ ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ, അതായത് സെല്ല് നടന്നതിന് മുമ്പായിട്ട് സ്ട്രോങ് ആയിട്ട് ബൈ നടന്നിട്ടുള്ള ആ ഒരു ക്യാൻഡിൽ നമ്മൾ എടുക്കുന്നു. ക്യാൻഡിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് നമ്മൾ അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുന്നു. നമുക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇംബാലൻസും ഫെയർ വാല്യൂ ഗ്യാപ്പും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് പെർമോട്ട് പോയാൽ ഓരോ ക്ലാസ്സിലും ഓരോന്നായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ അത് എളുപ്പമായിട്ട് മാറുകയും ചെയ്യും. ദെൻ എന്താണ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന മാർക്കറ്റ്, ദെൻ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യുന്നു, ദെൻ ബ്രേക്കർ ബ്ലോക്കിൽ വന്ന് റീടാപ്പ് ചെയ്യുന്നു, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്നു. ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കയറി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂവ് ചെയ്ത് മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യമാണ് ഒരു ബ്രേക്കർ ബ്ലോക്കിൽ വേണ്ട കാര്യം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്, ലിക്വിഡിറ്റി സ്വീപ്പ് വേണം, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം, അതുപോലെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം മാർക്കറ്റിൽ. ദെൻ ഒരു ബ്രേക്കർ ബ്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യണം, അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്യുന്നു, റീടെസ്റ്റ് ചെയ്യുന്നു, എൻട്രി എടുക്കുന്നു, അല്ലെങ്കിൽ ബ്രേക്കിലും എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബ്രേക്കർ ബ്ലോക്കിൽ നല്ല എൻട്രികൾ കിട്ടും. ഓക്കെ, അപ്പം ഈ ഇത്രയും കാര്യമാണ് നമ്മൾ ബ്രേക്കർ ബ്ലോക്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും എക്സാമ്പിളുണ്ട്. ഈ നേരത്തെ സെയിം പറഞ്ഞ കാര്യം തന്നെ, ഇവിടെയും ബ്രേക്കർ ബ്ലോക്ക് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു റേഞ്ച് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയാണ്. ഓക്കെ, ഈ ഒരു റേഞ്ച് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയാണ്. ഓക്കെ, ദെൻ മാർക്കറ്റ് ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നുണ്ട്. എങ്ങനെ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിരിക്കുന്നു മാർക്കറ്റ്, ഓക്കെ, ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടോ പിന്നെ നമുക്ക് എന്ത് വേണം,
ഒരു ഫെയർ വാല്യൂ ക്യാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ആ സ്ട്രോങ് ആയിട്ട് ബൈ നടന്ന ആ ഒരു ക്യാൻഡിൽ നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നു. ദെൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയിട്ട് എന്ത് സംഭവിക്കുന്നു, ദെൻ വന്ന് റീടെസ്റ്റ് ചെയ്ത് കയറി പോയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കർ ബ്ലോക്കിൽ നല്ല എൻട്രികൾ എടുക്കാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പില്ല, ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഫെയർ വാല്യൂറ്റി ഗ്യാപ്പില്ല, എടുക്കുമ്പം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ട്രേഡിൽ എൻട്രി ചെയ്യുക. അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് മതി, അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാം. ഓക്കെ, ഓരോ കാര്യങ്ങളും, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ലിക്വിഡിറ്റി ആണെങ്കിൽ നല്ല രീതിയിൽ മാസ്റ്റർ ചെയ്യുക. ഓക്കെ, ലിക്വിഡിറ്റി നല്ല രീതിയിൽ മാസ്റ്റർ ചെയ്താൽ അത് നിങ്ങളെ ട്രേഡിങ്ങിൽ തെളിയും. ഓക്കെ, നല്ല ട്രേഡുകൾ കിട്ടും. ഓക്കെ, ഒരു കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ട്രേഡിലോട്ട് വന്നിറങ്ങിയാൽ ചിലപ്പം നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ട്രേഡ് പ്രോഫിറ്റ് ആവും, തന്നെ എന്താണ് 2 ട്രേഡ് പ്രോഫിറ്റ് ആവും, പിന്നെ തുര അടിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.